ബി.ജെ.പിയിൽ നിന്നും വളരെ വൈകാതെ തന്നെ നിരവധിയായ നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തും എന്ന അഭിപ്രായം സന്ദീപ് വാര്യർ വീണ്ടും തുടരുകയാണ്. പാലക്കാട് നഗരസഭയിൽ അട്ടിമറി നടക്കും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് സംഭവിച്ചില്ല. ബി.ജെ.പിയെ ഒരു ചുക്കും ചെയ്യാൻ സന്ദീപിനോ സന്ദീപിൻ്റെ കൂടെയുള്ളവർക്കോ കഴിയില്ല എന്ന് ബി.ജെ.പി നേതാക്കൾ വെല്ലുവിളിച്ചു. ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്ന് ഇരട്ടപ്പേര് മാധ്യമ ചർച്ചകളിലൊക്കെ വി ഗോപാലകൃഷ്ണനെതിരെ പല നേതാക്കളും പറയാറുണ്ട്. വി ഗോപാലകൃഷ്ണൻ പറയുന്നത് അതൊക്കെ ഒരു എൻജോയ്മെൻ്റ് പോലെ എടുക്കുകയുള്ളൂ എന്നൊക്കെയാണ്. ഏതായാലും ലുട്ടാപ്പി റഹീം എന്നൊക്കെ പറയുന്നത് പോലെ ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്ന പേര് ബി.ജെ.പിക്കുള്ളിൽ ഗോപാലകൃഷ്ണന് തന്നെ ഇപ്പോൾ പാർട്ടിയിൽ എതിർപ്പുള്ള നേതാക്കൾ തന്നെ വിളിക്കാറുണ്ട് എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ സന്ദീപ് വാര്യരെ എന്താണോ വാര്യരെ നന്നാവാത്ത എന്നൊക്കെ പറഞ്ഞ് വിമർശനം അതിരൂക്ഷമായി ഉന്നയിച്ചിട്ടുണ്ട്. അന്ന് സന്ദീപ് വാര്യർ പറഞ്ഞൊരു ഡയലോഗുണ്ട്: നിങ്ങൾ എന്നെ ഡിപ്പെൻഡ് ചെയ്ത നാളുകൾ ഉണ്ടായിരുന്നുവെന്നും നിങ്ങൾ എൻ്റെ നിന്നും സഹായം വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് വിടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇളിഭ്യനായി നാണം കെട്ടിയിരിക്കുന്ന ഒരവസ്ഥയിൽ വി ഗോപാലകൃഷ്ണൻ എത്തിച്ചേർന്നിരുന്നു. അതിനുശേഷം ഇപ്പോഴും സന്ദീപ് വാര്യർ അടുത്ത വെടിപൊട്ടിച്ചിരിക്കുകയാണ്. വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ലക്ഷ്യം തിരുവനന്തപുരവും തൃശ്ശൂരും കോർപ്പറേഷനാണെന്നും ഏതാനും ചില മുനിസിപ്പാലിറ്റികൾ അവർക്ക് ലക്ഷ്യമുണ്ട്. പാലക്കാട് നഗരസഭ മാത്രമല്ല, ഏതാനും ചില അധികം മുനിസിപ്പാലിറ്റികൾ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ബി.ജെ.പിക്ക് ഒരു കോർപ്പറേഷനും കിട്ടാൻ പോകുന്നില്ല എന്ന് വീണ്ടും അവരെ ചൊടിപ്പിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുകയാണ്. സന്ദീപ് വാര്യർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി നേതൃത്വം രംഗത്ത് വന്നിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ പറയുന്നത്, സ്ഥലകാലം ബോധം നഷ്ടപ്പെട്ട സന്ദീപ് വാര്യർ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്താണ് ബി.ജെ.പി എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുമെന്നും ഒക്കെ പറയുകയാണ്. ഏതായാലും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതോടുകൂടി അടിമുടി കോൺഗ്രസ്സുകാരനായി മാറുന്ന, മതേതരത്വത്തെ ഇഷ്ടപ്പെടുകയും അതാണ് ശരി എന്ന് മനസ്സിലാക്കി ഇത്രയധികം സന്തോഷവാനായി താൻ ഒരിക്കലും ജീവിതത്തിൽ നടന്നിട്ടില്ല എന്നാണ് സന്ദീപ് വാര്യർ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് ബി.ജെ.പിക്കുള്ളിലുള്ളത്. അവിടെ ഇരിക്കുമ്പോൾ എല്ലാവരെയും വെറുക്കാനും സങ്കുചിത ചിന്തയോടുകൂടി പ്രവർത്തിക്കാനും മാത്രമേ കഴിയുകയുള്ളൂ. മനുഷ്യരെ തിരിച്ചറിയാനുള്ള കെൽപ്പ് ബി.ജെ.പിയിൽ ആർക്കുമില്ല. സനാതന ധർമ്മം എന്നത് താൻ ഉപേക്ഷിച്ചത് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കോൺഗ്രസ് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന തിരിച്ചറിവിലാണ്. അതുകൊണ്ട് തന്നെയാണ് അത് സങ്കുചിത ചിന്താഗതിയാണ് സനാതന ധർമ്മത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നത് പരോക്ഷമായി തന്നെ സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബി.ജെ.പിയുടെ ചാതുർവർണ്ണയ വ്യവസ്ഥയും സനാതനധർമ്മ വ്യവസ്ഥയുമെല്ലാം വിളിച്ചോതുന്നത് പഴയ ഇരുണ്ട നൂറ്റാണ്ടിലേക്ക് പോകാനുള്ള കരുതിക്കൂട്ടൽ രാഷ്ട്രീയമാണ്. അത് കോൺഗ്രസ് കേരളത്തിൽ ഉള്ളിടത്തോളം കാലം വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഇനിയൊരു ഭ്രാന്താലയമായി മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്.